അവന് ഞാനെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവനെന്തിനാ എന്റെ കാര്യത്തിന് വരുന്നത്? അവൻ എന്തിനാ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്? അവൻ ഇന്നും അമ്മയെന്നല്ലേ വിളിക്കുന്നത്. ഈ അമ്മയെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും മായമുള്ളതായിട്ട് നിങ്ങൾക്ക്? അമ്മയെന്ന് പറഞ്ഞൊരു സത്യമാണ് അല്ലേ? അമ്മയെന്ന് പറയുന്ന ഒരു നമ്മുടെ എല്ലാവരുടെ കാര്യം പറഞ്ഞ ലോകത്തിലുള്ള എല്ലാവർക്കും അമ്മയെന്ന് പറയുന്ന ഒരു ഒറ്റ സത്യമുള്ളൂ, അത് അമ്മയാണ്. ആ ഒരു വാക്ക് വെറുതെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വാക്കാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ നാട്ടുകാരോടാ പറയുന്നത്, ഈ നെഗറ്റീവ് പറയുന്ന നാട്ടുകാരോടാ പറയുന്നത്. ആ ഒരു പേര് വെറുതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ മാത്രമാണ്. അല്ല, എനിക്കിനി അവനെ എടുത്ത് ഒക്കത്ത് വെക്കാൻ പറ്റുമോ നിങ്ങൾ പറ. അവൻ വലിയ കുട്ടിയല്ലേ, അവനെ ഞാൻ എങ്ങനെ എടുത്തോണ്ട് നടക്കാനാ? ഋതപ്പനെ പോലും എടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. കിച്ചനെ ഞാൻ എങ്ങനെ എടുക്കും? ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഞങ്ങൾക്കറിയാം. അത് മറ്റുള്ളവരെയും നാട്ടുകാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് രേണുസുധിയെയും കിച്ചുവിനെയും കുറിച്ച് പറഞ്ഞു പരത്തുന്നത്? രേണു മകനെ നോക്കുന്നില്ല, വീട്ടിലേക്ക് അടുപ്പിക്കുന്നില്ല എന്നിങ്ങനെയുള്ള പല വാർത്തകളാണല്ലോ പടച്ചുവിടുന്നത്. കിച്ചുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് രേണു ഓരോ കാര്യങ്ങൾക്ക് അവളുടെ കൂടെ കൂട്ടുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പരന്നു നടക്കുന്ന ന്യൂസുകൾ. രേണുവും രേണുവിൻ്റെ രണ്ടു മക്കളും നല്ല സ്നേഹത്തിൽ തന്നെയാണെന്നുള്ളത് അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കിച്ചുവിന് ഋതപ്പനെയും അമ്മയെയും എത്രമാത്രം കാര്യമാണ് എന്നുള്ളത് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. ഇന്ന് രേണുവിൻ്റെ അധ്വാനം കൊണ്ട് പുതിയ ഒരു കാർ മേടിച്ചിരുന്നു. അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് രേണുവിനോട് ചോദിക്കുന്നത്? ഇത്രയും മനോഹരമായ സന്തോഷമായുള്ള ഒരു നിമിഷത്തിലാണ് രേണുവിൻ്റെ ഗർഭകാര്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നത്. അസ്ഥാനത്ത് ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളത് ചില ചാനൽസിന്റെ സ്ഥിരം തൊഴിലാണ്. രേണു കാറിനെ വെഞ്ചരിക്കുവാൻ വേണ്ടി പള്ളിയിലെത്തിയപ്പോൾ ആ പള്ളിയിൽ നിന്നാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. രേണുവിന്റെ അബോഷനെ കുറിച്ച് പ്രതികരിക്കുവാനാണ് അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. രേണു അതിന് തക്കതായ മറുപടി കൊടുത്തു. പിന്നെ പറഞ്ഞു, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് പള്ളിയായി പോയെന്ന് പറഞ്ഞു. അതുപോലെ ചില ആളുകൾ ചോദിക്കുന്നത് വണ്ടിക്ക് സുധിച്ചേട്ടന്റെ പേരാണോ ഇടാൻ പോകുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ രേണു തിരിച്ചു പറഞ്ഞു, എന്തിനാണ് വണ്ടിക്ക് ഞാൻ സുധിച്ചേട്ടന്റെ പേരിടുന്നത്? വണ്ടിക്ക് നല്ലൊരു പേര് തന്നെ ഇല്ലേ, സ്വിഫ്റ്റ് എന്ന്. പിന്നെ ഞാൻ എന്തിന് സുധിച്ചേട്ടന്റെ പേരിടണം? സുധിച്ചേട്ടന്റെ പേര് അങ്ങനെ വണ്ടിക്കൊന്നും ഇടാൻ വേണ്ടി ഉള്ളതല്ല എന്നൊക്കെയായിരുന്നു രേണുവിന്റെ മറുപടി ഉണ്ടായിരുന്നത്. ചില ഓൺലൈൻ മീഡിയാസ് രേണുവിന്റെ കൂടെ കൂടിയിരിക്കുന്നത് രേണുവിനെ ഇതേപോലെ പിച്ച് ചീന്തുവാൻ വേണ്ടിയാണ്. ഒരു കാലത്ത് രേണുവിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ രേണു നല്ല രീതിയിൽ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെയും അനാവശ്യമായ കോൺട്രവേഴ്സീസ് സൃഷ്ടിക്കുന്നത് ഇതുപോലെയുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. രേണുവിന്റെ പുതിയ കാർ വാങ്ങുവാൻ രേണു കുടുംബസമേതമായിരുന്നു അവിടെ എത്തിയിരുന്നത്. ഒരുപാട് ക്യാമറ കൂട്ടങ്ങൾ രേണുവിന്റെ വീഡിയോസ് എല്ലാം ഒപ്പിയെടുക്കുന്നത് കാണാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.